ഇന്നാണ് ദുഃഖവെള്ളി, അതായത് കർത്താവിനെ കുരിശിൽ തറച്ച ദിവസം. തലേദിവസം ബാക്കിയെന്ന പ്രസാദവും പാലും കഴിച്ച് ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോയി. കുറച്ചധികം നീണ്ട ശുശ്രൂഷയാണെങ്കിലും ദുഃഖവെള്ളിയാഴ്ച എല്ലാവരും പള്ളിയിൽ വരും. ഇടയ്ക്കുള്ള വിശ്രമ സമയത്ത് ഞങ്ങൾ നടക്കള വരെ പോയി എത്തി നോക്കി. അവിടെ ശിശുചേട്ടൻ്റെ നേതൃത്വത്തിൽ കഞ്ഞിയും പയറും തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നാരങ്ങവെള്ളത്തിൻ്റെ പണിപ്പേരിയിലേക്ക് പോയി ഒരു കൈസഹായം കൊടുക്കാമെന്ന് വിരിച്ചു. നാരങ്ങവെള്ളം തയ്യാറായപ്പോഴേക്കും ഒന്നാം പ്രതീക്ഷത്തിന് സമയമായി. എല്ലാ വർഷത്തേക്കാളും ചൂടി വർഷം കുറവായതുകൊണ്ട് ഒരു പ്രത്യേക ആശ്വാസമായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷയുടെ പാട്ടുകളുടെ ഈണത്തിൻ്റെ ഭംഗി പറയാതിരിക്കാൻ വയ്യ. എത്ര നീണ്ട ശുശ്രൂഷയാണെങ്കിലും ആ പാട്ടുകളുടെ താളം പിടിച്ച് അങ്ങ് നിന്ന സമയം പോണത് അറിയില്ല. കുരിശിൽ കിടന്ന കർത്താവിന് ദാഹിച്ചപ്പോൾ കയ്പ് കൊടുത്തതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ കയ്പ് നീര് നമ്മൾ കുടിക്കേണ്ടത്. പിന്നെ എല്ലാവരും കാത്തിരുന്ന ആ ദുഃഖവെള്ളി കഞ്ഞി. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ കഞ്ഞി ഉണ്ടെങ്കിലും ഈ ദുഃഖവെള്ളി കഞ്ഞിയുടെ തട്ട് എപ്പോഴും താന്നിരിക്കും. സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത സീരീസ് കാണാം.